ഹായ്. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ പിന്നെ നല്ലോണം പിന്നെയും ഒച്ച വയ്ക്കുന്നുണ്ട്. അപ്പം അതിനിടയ്ക്ക് നമ്മുടെ നൂറാബിയും ആദിലയും പിന്നെ ബാക്കി എല്ലാവർക്കും ഒച്ച വയ്ക്കുന്നുണ്ട്. പക്ഷേ ഒരു പൊടിക്ക് കൂടുതൽ നമ്മുടെ അനുമോൾക്ക് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അടുത്ത വിഷയം എന്താണ്, നമ്മുടെ അനുമോൾ അവിടെ നിൽക്കുമോ? ഇതൊക്കെ കേട്ട് പുള്ളിക്കാർക്ക് വിഷമം ഉണ്ടായി. എനിക്കിവിടെ നീ നിൽക്കേണ്ട, വീട്ടിലേക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞ് നിൽക്കുമോ? ഇനിയിപ്പോൾ ഇവരൊക്കെ അകത്തുള്ളവരൊക്കെ എന്ത് പറയും, എന്ത് ചെയ്യും എന്ന് അറിയാൻ പാടില്ലാണ്ട് നിൽക്കുമോ എന്നൊന്നും അറിയാൻ പാടില്ല. ഇനിയാണ് എനിക്ക് വീട്ടിൽ പോകണോ, എനിക്ക് നിൽക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി എന്തായി തീരുമെന്ന് അറിയില്ല. പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് ഞാൻ കാരണം വിഷമമായോണ്ട് എനിക്ക് പുറത്ത് കൊല്ലാത്ത ഏതാണോ എന്ന് പറഞ്ഞ് വിഷമിച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരി ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല. എന്നെ പുള്ളിക്കാരി അതൊക്കെ അറിഞ്ഞിട്ടല്ലോ അകത്തോട്ട് വന്നത്. കുറച്ച് ധൈര്യമൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരുടെ ഇടയ്ക്ക് എല്ലായിടത്തും ഇട്ട് കുടയുണ്ട്. ആരും ബിഗ് ബോസിനെ നന്നാക്കാൻ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾക്ക് അറിയാൻ പറഞ്ഞ് ലാലേട്ടൻ ഒരുപാട് വരരുത്. പക്ഷെ നന്നായില്ല. ഞാൻ പറഞ്ഞാൽ ഇതിനിടയ്ക്ക് എല്ലായിടത്തും കൊടുക്കണം. ഒരു അനുമോള് മാത്രം പറയേണ്ട കാര്യമാണ്. എല്ലായിടത്തും നിർത്തി വെച്ച് എല്ലായിടത്തും പറയുന്നവരും പറയാത്തവർക്കും മര്യാദയ്ക്ക് ഗെയിം കളിക്കാത്തവർക്കും എല്ലായിടത്തും പറയണം. പക്ഷെ ഒരു ഇഞ്ചി ഒരു പൊടിക്ക് അനുമോൾ കൂടിയും പോയി. പിന്നെ കൂടെ ഉള്ളവർ കുറച്ച് സപ്പോർട്ട് ചെയ്തപ്പം പുള്ളിക്കാരിക്ക് കൈവിട്ട് പോയി, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാണ്ട് പുള്ളിക്കാരി ഓവറായിപ്പോയി. അപ്പം അങ്ങനെ ആയ കാരണം പുള്ളിക്കാരി കറയുണ്ട്. ആദ്യത്തെ ഇതിൽ നമുക്ക് കണ്ടില്ല, കറഞ്ഞില്ല. പുള്ളിക്കാരിക്ക് നല്ലൊരു ചൈതന്യമൊക്കെ തലയിലിട്ട് അടിക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്നറിയില്ല. ഇനി മിണ്ടാതിരിക്കടിന്ന് എന്തെങ്കിലും ആണോ എന്നറിയില്ല, തലയിലിട്ട് അടിക്കുന്നുണ്ട്. പിന്നെ നീ അനുമോളോട് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ തമാശയും അവർ പറഞ്ഞ കാര്യമായിട്ടാണൊക്കെ പറയുന്നുണ്ട്. എന്തായി തീരുമെന്ന് അറിയില്ല. ഇത് കേട്ട് ചൈതന്യൊക്കെ നല്ലോണം ഉള്ളിൽ സന്തോഷം ആയി കാണും എനിക്ക് വിചാരിക്കണം. പുള്ളിക്കാരുടെ മുഖത്തിൽ ഒരു പാവം വ്യത്യാസം ഇല്ല. എന്താവും അറിയില്ല, നമുക്ക് കാണാം. പാവം തോന്നിയിട്ടും നമുക്കന്ന് അങ്ങനെ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വേണ്ടായിരുന്നു. പക്ഷെ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടല്ലേ. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു ഷോ ആണ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചിന്തിക്കുമല്ലോ. അത് നമ്മളായിട്ടൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണ പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കിട്ടും കൊടുക്കും. ഇനിയിപ്പോൾ ഇത് മാത്രം തീരുള്ളല്ലോ, ഇനി അവർക്കും കൊടുക്കാനുള്ള വരണല്ലേ ഉള്ളൂ.